പാർട്ടിക്കുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും രണ്ടു തട്ടാണ്. അതിൽ തന്നെ ഇന്നിപ്പോൾ സാങ്കേതികമായി ഇത് വിശദീകരിക്കാനാണ് സ്പീക്കർ ശ്രമിച്ചത്. ഞാൻ സ്പീക്കർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കണിക പോലും ഞാൻ സ്പീക്കറെ ഈ വിഷയത്തിൽ സംശയിക്കുന്നില്ല. കാരണം സ്പീക്കർ RSSനെ കുറിച്ചും സ്പീക്കർ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് നമ്മുടെ മുന്നിൽ സൗണ്ട് ബൈറ്റ് ആയിട്ടുണ്ട്. ഇതേ സ്പീക്കർ തന്നെയാണ് RSSൻ്റെ ഈ ഗണേശോത്സവത്തെ RSSും സംഘപരിവാറും പ്രചരിപ്പിക്കുന്ന മിത്തുകളടക്കമുള്ള ആശയങ്ങളെയൊക്കെ വിമർശിക്കുകയും അതിനെ ശാസ്ത്രയുക്തിയുടെ അടിസ്ഥാനത്തിൽ കാണണമെന്നുള്ള അഭിപ്രായം ഉണ്ടാവുകയും അത് പിന്നീട് വിവാദമായി മാറുകയും RSS ശക്തമായ നിലപാട് ഈ ഷംസീറിനെതിരെ എടുക്കുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ RSSൻ്റെ ആക്രമണത്തിന് ഇരയായി തീർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ ഷംസീർ തന്നെയാണ് എന്നതും അറിയാമല്ലോ. അതുകൊണ്ട് ഷംസീർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ ലഘൂകരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം പക്ഷേ ഇവിടെ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തെ സാങ്കേതികമായി ചുരുക്കാനാണ്